ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ക്ഷമയുടെ പുതിയ എപ്പിസോഡിലെ മറ്റൊരു ദിവസമാണ് കാണിക്കുന്നത്. രാധിക എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പൂജാ റൂമിൽ കയറി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പൂക്കളും ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം റൂമിലെത്താണ്. അങ്ങനെ ബാഗ് എടുത്ത് എന്തൊക്കെയോ ഇങ്ങനെ എടുത്തു വെക്കണേ. അന്ന് കല്യാണത്തിനുണ്ടോയില്ലേ ആ ബാഗിലുള്ള സാധനങ്ങൾ ഇങ്ങനെയെല്ലാം പുറത്തേക്ക് എടുത്തു വെക്കുന്ന കൂട്ടത്തില് രാധികയുടെ കയ്യിലെ ആ താലിമാല വരികയാണേ. പെട്ടെന്ന് രാധിക ഒന്നും ഞെട്ടും. എങ്കിലും തന്റെ താലിമാല തിരിച്ചു കിട്ടിയ ഒരു സന്തോഷമുണ്ട്. എങ്കിലും കണ്ണു നിറയാ. അതുമായി നേരെ ഭഗവാന്റെ മുന്നിലേക്ക് ചെല്ലാണ്. ഭഗവാനെ, ഇത് മറ്റുള്ളവരെ അറിയിച്ചാൽ ഞാൻ മോഷ്ടിച്ചതാണെന്നേ പറയൂ. ഞാനിതെന്താ ചെയ്യേണ്ടത്? ഇത് എന്റെ കഴുത്തിൽ വീണ താലിയാ. ഞാനിത് സ്വീകരിക്കണോ അതോ ഉപേക്ഷിക്കണോ എന്ന് പറഞ്ഞിങ്ങനെ രണ്ട് കൈയിലും പിടിച്ച് ഭഗവാന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഈ സമയം ഒരു പൂ താഴേക്ക് വീഴും. അപ്പൊ രാധിക ചോദിക്കും, അവകാശങ്ങളൊന്നും ചോദിക്കുന്നില്ല, ആരോടും ഒന്നും പറയില്ല. ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഏറ്റവും മംഗളകരമായ ഒരു കാര്യം. അവിടുത്തെ അനുഗ്രഹത്തോടു കൂടി ഞാനിത് കഴുത്തിലണിയ എന്ന് പറഞ്ഞ് രാധികയുടെ കഴുത്തിലുണ്ടായിരുന്ന ആ കൃഷ്ണ വിഗ്രഹത്തിനോടൊപ്പമുള്ള അന്ന് ശ്യാമ കെട്ടിക്കൊടുത്ത ആ മാലയുണ്ടല്ലോ, അതോടൊപ്പം തന്നെ ആ മാല ഊരിയതിനു ശേഷം ഇതും കൊളുത്തിയിടുക. കഴുത്തിലിട്ടിട്ട് നല്ല സന്തോഷത്തിലാ പ്രാർത്ഥിക്കുന്നത്. എന്തോ താലി കിട്ടിയ അത്രയും സന്തോഷമുണ്ട് രാധികയുടെ മുഖത്ത്. പിന്നെ വേറെ ആരെങ്കിലും കണ്ടാലോ എന്ന് കരുതിയിട്ട് വേഗം അത് ഡ്രസ്സിനകത്തേക്ക് ഇടും. അതിനുശേഷം അല്പം സിന്ദൂരം എടുത്ത് സീമന്ത രേഖയിലും അണിയും. ഇതാ എന്റെ ജീവിതം, ഈ രഹസ്യം മാത്രമാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയോടെ ചെറു സന്തോഷത്തില് സങ്കടം ഉണ്ടെങ്കിലും അത് ഇപ്പോ ആ താലിമാല കിട്ടിയപ്പോ മാറിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുകയാണ് രാധിക. ശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്താണ്. അവിടെ പ്രിയ കിച്ചണിൽ കയറി ചായ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കും, ഇവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സ് കീഴടക്കണം. അങ്ങനെ വരുണിന്റെ മനസ്സിലേക്ക് കയറാൻ പറ്റൂ. എന്നിട്ട് വേണം എന്റെ സ്വപ്നങ്ങൾ ഓരോന്നായി നടത്തിയെടുക്കാൻ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ചായ ഇങ്ങ് തിളച്ചു തുടങ്ങാണ്. അത് തൂവാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിക്കാൻ അങ്ങ് ചെല്ലും. കൈ പൊള്ളുന്നതും പ്രിയ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങാ. എന്തു പറ്റി മോളെ എന്ന് വെച്ച് വരുണിന്റെ അമ്മ ഓടി വരികയാണ്. അത് പാത്രത്തില് എന്റെ കൈ തട്ടിപ്പോയി, സൂക്ഷിക്കണ്ടേ മോളെ എന്ന് പറഞ്ഞ ശേഷം അവിടുന്ന് കുറച്ച് നെയ്യെടുത്ത് കയ്യില് വെച്ചു കൊടുക്കാണ്. അപ്പോഴേക്കും ഉർവശിയും കൽപ്പനയും വരും. എന്തു പറ്റി ഏട്ടത്തി? അപ്പൊ കാര്യം പറയുമ്പോ ഉർവശി അറിയും, അതൊന്നും ശീലമില്ലാഞ്ഞിട്ടായിരിക്കും. എന്തിനാ ഏട്ടത്തി ഇങ്ങനെ നിർബന്ധിക്കുന്നേ? പത്മിനി പറയും, ആര് നിർബന്ധിച്ചു? ഞാൻ വരുമ്പോ കുളിയും കഴിഞ്ഞ് കുറിയും തൊട്ട് മോൾ അടുക്കളയിൽ നിൽക്കുക. ഇങ്ങനെയുള്ള കാഴ്ച തന്നെ ഐശ്വര്യ, കുടുംബത്തിൽ വരുന്ന പെൺകുട്ടികളുടെ ലക്ഷണം എന്ന് കൽപ്പനയെ നോക്കി പറയുമ്പോ കൽപ്പന പറയും, ഹാ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നല്ലേ പറയാറ്? 3, 4, 5 ദിവസം കഴിയുമ്പോ അറിയാം ഇതിന്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം. പത്മിനി പറയും, നല്ലത് കണ്ടല്ലേ അംഗീകരിക്കണം. കൽപ്പന പറയും, ഹോ എന്ന് പറഞ്ഞ് മുഖം തിരിക്കുക. അപ്പോഴേക്കും അമ്മ ചായ എടുത്ത് പ്രിയയുടെ കയ്യിൽ കൊടുക്കും. വരുണ് കൊണ്ടുപോയി കൊടുക്കും. മോളെ ശരിയമ്മേ എന്ന് പറഞ്ഞ് ചായ വാങ്ങിച്ച് പ്രിയ പോവും. ഇക്കാലത്തെ ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്താന്ന് പറയുന്നത് തന്നെ വലിയ കാര്യാ. വരുണിന്റെ കണ്ടെത്തൽ വെറുതെ ആയില്ല. ഉർവശി പറയും, അതെ അതെ, കണ്ടെത്തലിന്റെ മിടുക്കാണല്ലോ ഇന്നലെ രാത്രി അവൻ ഇവിടെ കാണിച്ചു കൂട്ടിയത്. മിക്കവാറും ഏട്ടത്തിയുടെ ഐശ്വര്യമുള്ള കുട്ടിയെ അവൻ ഇവിടുന്ന് പറഞ്ഞു വിടുന്നാ തോന്നുന്നത്. പത്മിനി പറയും, ഇന്നലെ അവൻ എന്തോ തെറ്റുപറ്റി, അത് തിരുത്തി കൊടുക്കേണ്ടത് നമ്മളല്ലേ. പ്രിയങ്കമോളെ പോലൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കും കഴിയില്ല. കൽപ്പന പറയും, അമ്മ കൂടുതൽ അവളെ അങ്ങ് തലകേറ്റി വെക്കണ്ട, കുറച്ച് കഴിയുമ്പോഴേ അഹങ്കാരം തുടങ്ങും. പത്മിനി പറയും, അഹങ്കാരം ആർക്കാന്നൊക്കെ എനിക്ക് നല്ല നിശ്ചയമുണ്ട്. രണ്ടാളിപ്പോ ഇത്തിരി ചായ കുടിക്കെന്ന് പറഞ്ഞ് അവർക്ക് ചായ എടുത്തു കൊടുത്ത് പത്മിനി പോകും. ഉർവശി പറയും, അവൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലോ. കൽപ്പന പറയും, അവള് തുടങ്ങി, പക്ഷെ നമ്മൾ തുടങ്ങാൻ പോകുന്നില്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കുകയാണ്. ഇതേ സമയം ബിജു അവിടെ കാറ് കഴുകിക്കൊണ്ടിരിക്കുമ്പോ ഉണ്ടാവും വരുണ് റെഡിയായി കാർ എടുത്ത് പോകാൻ തുടങ്ങുന്നേ. ബിജു വന്നിട്ട് വയ്ക്കും, എങ്ങോട്ടാ ഇത്ര രാവിലെ? വരുൺ പറയും, ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ, അപ്പൊ പിന്നെ എന്റെ പെണ്ണിനെ ഞാൻ തന്നെ കണ്ടെത്തി കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ നിർത്തണ്ടേ? ബിജു വയ്ക്കും, അത് വിട്ടില്ല ഇതുവരെ, നേരം വെളുത്തപ്പോ എല്ലാം മാറിയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. വരുൺ പറയും, എത്ര നേരം വെളുത്താലും ഞാൻ സ്നേഹിച്ച എന്റെ പെണ്ണിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. ബിജു പറയും, നോക്ക്, ഈ വീട്ടിലെല്ലാവരും വരുണിനെയാ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. മുത്തശ്ശിയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവരെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കരുത്. ആ പെൺകുട്ടി, വരുൺ പറയും, മതി, അവളെ ഒരു വലിയ കള്ളവാ. അവൾ അത് വാ തുറന്ന് ആരോടും പറയില്ല. കാരണം കണിമംഗലത്തെ മരുമകൾ എന്ന സ്ഥാനം അവൾ അത്രയ്ക്ക് മോഹിക്കുന്നുണ്ട്. പക്ഷെ ബിജു, ഒരു ദിവസമല്ല, ഒരാണ്ടല്ല, ഇനി 1000 വർഷം കഴിഞ്ഞാൽ പോലും എനിക്ക് അവളെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ കഴിയില്ല. എനിക്ക് സ്വപ്നങ്ങൾ തന്നൊരു പെണ്ണുണ്ട്, സ്നേഹം തന്നൊരു പെണ്ണുണ്ട്. അവളെ തേടി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ ബിജു പറയും, ഒന്ന് പറയുന്ന കേക്ക്, പോവല്ലേ, നീ മാറിയുന്നേ, ഇത് എന്റെ ജീവിതാ, എനിക്കതിൽ വിട്ടുവീഴ്ച എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വരുണ് കാറിൽ കയറി പോവാ. പ്രിയ വരുമ്പോഴേക്കും വരുൺ അവിടുന്ന് പോയി കഴിഞ്ഞു. പ്രിയയ്ക്കും, ബിജു വരുൺ അങ്ങോട്ട് പോയെ? ബിജു പറയും, അത് പിന്നെ ഇന്നലെ കല്യാണത്തിന് സാധനങ്ങൾ കൊണ്ടുവന്നില്ലേ, അതിലാർക്കോ കുറച്ച് പൈസ കൊടുക്കാണ്ട്, അതിനുവേണ്ടി പോയതാ. പ്രിയ പറയും, ചായ ആയിട്ട് ഞാൻ മുറിയിൽ ചെന്ന് നോക്കി, അവിടെ കാണാത്തോണ്ട് ബാൽക്കണിയിലും എന്നോട് ഒന്നും പറഞ്ഞത് പോലും ഇല്ല. ബിജു പറയും, അത് പിന്നെ വരുണിന്റെ ചില രീതികളൊക്കെ അങ്ങനെയാ, ഒരു കാര്യം തോന്നിയാലേ അത് അപ്പൊ തന്നെ ചെയ്യണം, ചെയ്തു തീർത്താലേ സമാധാനം കിട്ടും. ഇപ്പൊ തിരിച്ചു വരും. അപ്പൊ പ്രിയ വിഷമത്തില് അകത്തേക്ക് പോവാ. ചായ അവിടെ ഹാളിൽ കൊണ്ടുപോയി വെക്ക. നല്ല ടെൻഷൻ ഉണ്ട് പ്രിയക്ക്. ചേച്ചിയെ അന്വേഷിച്ചു പോയതാണോ
ഇനി എല്ലാം തെളിയിക്കാൻ പുറപ്പെട്ടിട്ടാണോ എന്നാലോചിച്ചിട്ടാണ് പ്രിയയുടെ ടെൻഷൻ. പെട്ടെന്ന് ഫോൺ എടുത്ത് ആരെ വിളിക്കാ എന്നാ ആ കോള് കിട്ടുന്നില്ല. ഷോ കിട്ടുന്നില്ലല്ലോ, ഇനി എനിക്ക് പകരം ചേച്ചി കണിമംഗലത്തെ സൗഭാഗ്യത്തിലേക്ക് വരുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ് പ്രിയ. ശേഷം പിന്നീട് കാണിക്കുന്നത് രാധിക ഇപ്പോഴും പൂജാ റൂമിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാണ്. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വരും. ഷോ നീ പൂജാ റൂമിൽ സ്ഥിരതാമസാക്കിയോ, എഴുന്നേറ്റ് പോ, ബാക്കിയുള്ളവർക്ക് തൊഴണം എന്ന് പറയുമ്പോ രാധിക അവിടുന്ന് തൊഴുതെഴുന്നേൽക്കാ. പെട്ടെന്നായിരിക്കും മുത്തശ്ശി സീമന്തരേഖയിലെ സിന്ദൂരം കാണാ. രാധികയ്ക്ക് അത് ഓർമ്മയില്ല. അങ്ങ് പോവാൻ തുടങ്ങുമ്പോ നിക്കവിടെ, എന്താടി നിന്റെ നെറ്റിയില്, നീ എന്തിനാ നെറ്റിയില് സിന്ദൂരം ഇട്ടത്? രാധിക അങ്ങ് പേടിച്ചു. അത് പിന്നെ കഴിഞ്ഞതൊക്കെ മറന്നു കളയണമെന്ന് നിന്നോട് പറഞ്ഞതല്ലടി, പിന്നെ ആരെ കാണിക്കാനാ ഇതൊക്കെ ചാർത്തിരിക്കുന്നേ? എന്തിനാടി അനിയത്തിയെ കെട്ടിയവന്റെ കൂടെ നിനക്ക് കൂടി പോയി പൊറുക്കണോ? നിനക്ക് വേറെ എന്തോ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് രാധികയുടെ കഴുത്ത് പിടിച്ചമർത്തുക. എനിക്കെന്റെ പ്രിയങ്കമോളുടെ ജീവിതം വലുത്, അതിനുവേണ്ടി നിന്നെ കൊല്ലേണ്ടി വന്നാലും കൊല്ലും എന്ന് പറഞ്ഞ് കഴുത്ത് പിടിച്ചമർത്തുകയാണ്. അപ്പോഴേക്കും മോളെ എന്ന് വിളിച്ച് അച്ഛൻ വരിക. രാധികയെ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേവനാരായണൻ തിരുമേനിയുടെ ശബ്ദം കേൾക്കുമ്പോ മുത്തശ്ശി ഒന്ന് പേടിക്കും. രാധികയാണെങ്കിൽ വിടു മുത്തശ്ശി എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാ മുത്തശ്ശി ഇരിക്കടെ അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് രാധിക പിടിച്ചിരുത്താണ് താഴെ. എന്നിട്ട് പറയും, ദേ ആനങ്ങി പോവരുത് ഇവിടുന്ന്, കേട്ടല്ലോ, തിരിഞ്ഞു നോക്കിയാലുണ്ടല്ലോ കൊന്നു കളയും ഞാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചു കുത്തിയിരുത്താണ്. ഒരൊറ്റ ഒന്നും കൊടുക്കും. അപ്പോഴേക്കും തിരുമേനി അങ്ങോട്ടെത്തും. എന്താ മുത്തശ്ശി അറിയും. അത് പിന്നെ ഞാൻ വരുമ്പോഴേക്കേ രാധിക മോളുടെ പ്രാർത്ഥന കഴിഞ്ഞില്ല, എന്നെ കണ്ടപ്പോ എഴുന്നേൽക്കാൻ തുടങ്ങി. അവിടെ ഇരുന്നോ, പ്രാർത്ഥിച്ച് തീർന്നിട്ട് എഴുന്നേറ്റാ മതിയെന്ന് ഞാൻ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ രാധികയുടെ മുഖം കാണിക്കാതിരിക്കണേ. ആ നന്നായി. മുത്തശ്ശി പറയും, ഇനിയിപ്പോ പ്രിയങ്ക മോള് കൂടെ പോയി കഴിഞ്ഞപ്പോ ഇവള് മാത്രല്ലേ ഉള്ളൂ, എന്തിനാ ഈ വിരോധം എന്ന് പറഞ്ഞ രാധികയുടെ നെറ്റി ഇങ്ങനെ കൈകൊണ്ട് പൊത്തി വെക്കുന്നുണ്ട്. ഇതേ സമയം തിരുമേനി പറയും, അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ തന്നെ മനസ്സിനൊരു സന്തോഷം. ഞാൻ അമ്പലത്തിലേക്ക് പോവാണ് മോളെ, പൂജാ സാധനങ്ങളായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്നേക്കണം എന്ന് പറഞ്ഞ് തിരുമേനി പോകും. മുത്തശ്ശി തല പിടിച്ചൊരൊറ്റ ഉന്ത് വെച്ചു കൊടുക്കും രാധികയുടെ. ശേഷം എഴുന്നേക്കടി എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിക്ക. പോടി പോ എന്ന് പറഞ്ഞ് പുറത്തെ വാതിലിലേക്ക് ഉന്തിയിടുക. എന്നിട്ട് പൈപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് പറയും, കഴുകടി കഴുകിക്കളയടി മുത്തശ്ശി എന്ന് വിളിച്ച് രാധിക വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി വെള്ളം എടുത്ത് തലക്കൂടെ ഒഴിക്കും. ഉരച്ചു കഴുകടി, നന്നായിട്ട് ഉരച്ചു കഴുക് എന്ന് പറഞ്ഞ് അതിങ്ങനെ ഉരച്ചു കഴുകി കൊടുക്ക. പോവാതാവുമ്പോ പൈപ്പിന്റെ ചുവട്ടിലേക്ക് തല പിടിച്ച് അമർത്തുക. എന്ത് ചേർത്തിട്ടടി നീ ഇത് വെച്ചിരിക്കുന്നത്, വല്ല പശയും ചേർത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിങ്ങനെ തല മുഴുവനായിട്ട് നനഞ്ഞിട്ടുണ്ട്. രാധിക കരയുന്നുണ്ട്. ആ സിന്ദൂരാണെങ്കിൽ മുഴുവനായിട്ട് പോയിട്ടുമില്ല. അപ്പോഴേക്കും ഈ കാഴ്ച കണ്ട് അമ്മ എന്തായി കാണിക്കുന്നേ എന്ന് വെച്ച് യശോദാമ്മ വരികയാണ്. മുത്തശ്ശി പറയും, കാണിക്കുന്നതിന്റെ കാരണം അവളോട് ചോദിച്ചു നോക്ക്. അപ്പൊ അമ്മ വന്നിട്ട്, എന്താ മോളെ എന്താ? രാധിക ഒന്നും പറയാനില്ല. മുത്തശ്ശി പറയും, പൂജാ റൂമിന് സിന്ദൂരം എടുത്ത് നെറ്റിയിലിട്ടിരിക്കുന്നു. ഈ തന്തയും തള്ളയും ഇല്ലാത്തവള്. ഭാഗ്യം കൊണ്ട് ദേവനത് കണ്ടില്ല. കണ്ടിരുന്നെങ്കിലോ എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിലോ പറഞ്ഞു കൊടുക്കില്ലേ ഇവള്? അതോടുകൂടി പ്രിയങ്കയുടെ ജീവിതം ഇല്ലാണ്ടാവില്ലേ? രാധിക കരഞ്ഞിട്ട് പറയും, അമ്മേ ഞാൻ അറിയാതെ. മുത്തശ്ശി പറയും, അറിയാതെയോ? മനസ്സറിയാതെ ആരടി സിന്ദൂരവും ചാർത്തി മറ്റുള്ളവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നേ? നീ ഇത് കരുതി കൂട്ടി ചെയ്തതാ. നിന്റെ ഉള്ളിൽ പകയാ നിന്നെ വളർത്തിയ ഈ കുടുംബത്തോടും ഇവിടുന്ന് കണിമംഗലത്തേക്ക് പോയ പ്രിയങ്ക മോളോടും. അമ്മ പറയും, വേണ്ടമ്മേ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മുത്തശ്ശി പറയും, കാലം കുറച്ചായല്ലോ ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇവളെന്തെങ്കിലും പഠിച്ചോ? എങ്ങനെ പഠിക്കും, നേരെ ചുവ ജനിക്കണ്ടേ എന്ന് രാധികയുടെ മുഖത്തോക്കി പറയുമ്പോ രാധിക പറയും, വേണ്ട ഇനി എന്റെ ജന്മത്തെ കുറ്റം പറയണ്ട. അപ്പം മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം വരും. രാധികയുടെ കവളത്തടിക്ക. എന്നിട്ടേക്കും എന്താടി പറഞ്ഞാലേ കേട്ടോ യശോദേ? അവളുടെ ധിക്കാരം. കെട്ടിച്ച മോള് കെട്ടുതാലി പൊട്ടിച്ച് കുടുംബത്തിൽ വന്നിരിക്കുമ്പോ അപ്പം മനസ്സിലാവും ഇങ്ങനെ ഒരുത്തിയെ വളർത്തിയതിന്റെ ദോഷം എന്താണെന്ന്. അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ നിമിഷം അടിച്ചു പുറത്താക്കണേ ഇവളെ എന്ന് പറഞ്ഞ് രാധികയെ ദേഷ്യത്തിൽ നോക്കി അവരവിടുന്ന് പോവാണ്. രാധിക ഇങ്ങനെ സങ്കടത്തിൽ കരയാ. അമ്മയ്ക്ക് വിഷമമുണ്ട്. മോളെ എന്ന് വിളിച്ച് അടുത്ത് ചെന്ന് കരയുമ്പോ രാധിക കരഞ്ഞോണ്ട് പറയും, തെറ്റാണമ്മേ. പക്ഷെ എന്തോ ഒരു ഓർമ്മയില് ഞാൻ ഇങ്ങനെ ചെയ്തു പോയതാ. ഇന്നലെ എന്റെ കഴുത്തില് താലി വീണ ദിവസം പകരക്കാരിയാണെന്നും വെറും കളിപ്പാട്ടമാണെന്നും ആരൊക്കെ പറഞ്ഞാലും എന്റെ ഉള്ളിൽ അത് പതിഞ്ഞു കിടക്കില്ലേ? ഞാനത് ചെയ്തു പോയി. അമ്മ പറയും, അമ്മയ്ക്കത് മനസ്സിലാവും മോളെ. പക്ഷെ അതുണ്ടാക്കുന്ന ദോഷങ്ങൾ നീ മനസ്സിലാക്കിയേ പറ്റൂ. രാധിക പറയും, അമ്മേ ഞാൻ ആരോടും പറയില്ല, തല്ലിക്കൊന്നാലും പറയില്ല. പക്ഷെ അമ്മ മുത്തശ്ശിയോട് പറയണം, എന്നെ പ്രസവിച്ച എന്റെ അമ്മയെ കുറിച്ച് ഒരുപാടൊന്നും എന്റെ മുന്നിൽ വെച്ച് പറയരുതെന്ന്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്നെ പ്രസവിച്ച സ്ത്രീയല്ലേ. കൂടെ അത് കേൾക്കുമ്പോ നെഞ്ചു പൊട്ടുന്ന പോലെ അമ്മേ എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തിൽ കരയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് ഒരു കാറ് വരികയാണ്. അതിൽ വരുന്നത് ശ്യാമയാ. അങ്ങനെ ശ്യാമ അങ്ങോട്ട് വരുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നെ ഇതിന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് വരുൺ അവിടെ രാധികയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയം മുത്തശ്ശി അമ്മയാണ് വരുണിനെ സ്വീകരിക്കുന്നത്. മോൻ ഇവിടെ ഇരിക്കി, അമ്മ
അമ്മ ചായ എടുക്കാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ വരുൺ പറയും, അമ്മയും മുത്തശ്ശി ഇവിടെ ഇരിക്കും, വെള്ളം എടുക്കാൻ ഇവിടെ ഒരു ജോലിക്കാരിയില്ലേ. ഇത് കേൾക്കുമ്പോ തന്നെ അമ്മയും മുത്തശ്ശിയും അങ്ങ് ഞെട്ടാണ്. രാധിക അച്ഛൻ വരാൻ പറഞ്ഞത് പ്രകാരം ക്ഷേത്രത്തിലേക്ക് പോവാനാ ചാൻസ്. അങ്ങനെ ഇതേ സമയം രാധിക അവിടെ ക്ഷേത്രത്തിൽ എത്തിയതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ ശ്യാമ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കും രാധിക ക്ഷേത്രത്തിലേക്ക് വന്ന് ശ്യാമയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത്. അങ്ങനെ അമ്മയും മകളും വീണ്ടും അടുത്തടുത്ത് നിൽക്കുന്നത്, ഇങ്ങനെ തൊട്ടരികിൽ നിൽക്കുന്നതൊക്കെ ഈ പ്രമോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ പ്രമോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്